വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ പഴം ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് മാത്രം മതിയാകും. ഇതേപോലെ നമുക്ക് കിട്ടണം. പഴത്തിന്റെ കളറൊന്ന് ചെറുങ്ങനൊന്ന് മാറി വരണം കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 ഏലക്കായ് ചേർത്ത് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് പാകമാണ്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഴം വാട്ടി വെച്ച പഴം നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സിൻ്റെ അകത്തേക്ക് ഈ ഒരു പഴം ചേർത്ത് കൊടുക്കുക. അടിച്ച് വെച്ച പഴമില്ല അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണമെങ്കിൽ നമ്മുടെ ചാനലിലുണ്ടെന്ന് കയറി നോക്കുക കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഇതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. 20 മിനിറ്റാണ് ഞാൻ വേവിച്ചെടുത്തത്.